മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്നൊരു പഴഞ്ചൊല്ല് പണ്ട് മുതൽ നമ്മൾ കേട്ടിട്ടുണ്ട്. എന്തായിരിക്കും മണമില്ലാതെ പോകാനുള്ള കാരണം? സൗന്ദര്യമില്ലാഞ്ഞിട്ടാണോ? അതോ മുറ്റത്ത് വളർന്നുകൊണ്ട് അതിന് വിലയില്ലാഞ്ഞതാണോ? കാര്യം എന്തായാലും മുറ്റത്തെ മുല്ല മുല്ല തന്നെയാണ്. മറ്റെന്തിനേക്കാളും സുഗന്ധവും മറ്റെന്തിനേക്കാളും സൗന്ദര്യവും മുല്ലയ്ക്കുണ്ട്. കാണുന്നവരും കേൾക്കുന്നവർക്കുമാണ് മുല്ലയ്ക്കുള്ള സൗന്ദര്യത്തിന് വിലയിടുന്നത്. ഇതുതന്നെയാണ് ക്രിസ്തുവിൻ്റെ കാര്യത്തിൽ സംഭവിച്ചത്. യേശു ഓടി നടന്ന് അത്ഭുതങ്ങൾ ചെയ്തു, ഉപമകൾ പറഞ്ഞു, അടയാളങ്ങൾ ചെയ്തു. ഇതെല്ലാം കണ്ട മനുഷ്യർ അത്ഭുതപ്പെട്ട് അവൻ്റെ പിന്നാലെ ഉണ്ടായിരുന്നു. എല്ലാം കഴിഞ്ഞ് സ്വന്തം നാട്ടിൽ വന്നപ്പോൾ അവർ പറഞ്ഞു, നമുക്ക് ഇവൻ്റെ അപ്പനെ അറിയാമല്ലോ, ഇവൻ്റെ അമ്മയെ അറിയാമല്ലോ, ഇവൻ്റെ സഹോദരങ്ങളെയൊക്കെ നമുക്കറിയാമല്ലോ. ഇവരെങ്ങനെ ഇതൊക്കെ ചെയ്യുന്നത്? ഇവൻ നമ്മുടെ കൺമുമ്പിലുള്ളെന്ന ചെറുക്കനല്ലേ? വളരെ അണ്ടർ എസ്റ്റിമേറ്റാണ് അവർ ക്രിസ്തുവിനെ കണ്ടത്. പ്രശ്നം ക്രിസ്തുവിനല്ല, കണ്ടു നിന്നവർക്കാണ്. ക്രിസ്തുവിനെ സമീപിച്ചവർക്കാണ് പ്രശ്നം. ക്രിസ്തു എന്നും മനോഹരമായി സുഗന്ധം പരത്തുന്ന, ഏറ്റവും മനോഹരമായി കാഴ്ച നൽകുന്ന ഒരു മുല്ല തന്നെയാണ്. എന്നാൽ ആ മുല്ലയെ മുറ്റത്ത് സൂക്ഷിക്കാനുള്ള മനസ്സും ആ മുറ്റത്ത് വെള്ളമൊഴിച്ച് കാത്തു സൂക്ഷിക്കാനുള്ള കരുതലും ആ ജനം കാണിച്ചില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം. ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ നമ്മുടെയൊക്കെ കാര്യത്തിൽ ഇതൊക്കെ തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തുമാത്രം വ്യത്യസ്ത നന്മകളും പുണ്യങ്ങളും സൂക്ഷിക്കുന്നവരാണ് നമ്മളൊക്കെ. എന്തുമാത്രം കഴിവുള്ളവരാണ് നമ്മളൊക്കെ. മറ്റുള്ളവരെ വെച്ച് ഒന്ന് കമ്പയർ ചെയ്യുമ്പോൾ എന്തുമാത്രം എഫേർട്ട് നമ്മൾ പല കാര്യങ്ങൾക്ക് ഇടുന്നുണ്ട്. പക്ഷെ പലപ്പോഴും നമ്മൾ അവഗണിക്കപ്പെടുന്നത് എവിടെയാണ്? നമ്മുടെ കൂടെയുള്ളവരുടെ കൂടെയാണ്. നമ്മൾ വിലമതിക്കാതെ പോകുന്നത് നമ്മൾ തൊട്ടടുത്തുള്ളവരുടെ നിന്നാണ്. ദൂരെയുള്ളവരൊക്കെ എപ്പോഴും നമ്മൾ അത്ഭുതമുള്ള മനുഷ്യർ തന്നെയാണ്. ഇപ്പോഴും അവഗണിക്കപ്പെടുന്നതും വിലയില്ലാതെ പോകുന്നതും കൂടെയുള്ള മനുഷ്യർക്ക് തന്നെയാണ്. അതുകൊണ്ടല്ലേ സുവിശേഷം എല്ലാ കാലത്തുമായി ഓർമ്മിപ്പിച്ചത്, പ്രവാചകൻ സ്വദേശത്തും സ്വഭവനത്തിലുമല്ലാതെ മറ്റെങ്ങും അവമതിക്കപ്പെടുന്നില്ല. നമ്മൾ ഓർക്കണം, നമ്മൾ അവമതിക്കപ്പെടുന്നില്ല എന്ന് ചിന്തിച്ചിട്ട് നമ്മുടെ സുഗന്ധമോ നമ്മുടെ സൗന്ദര്യമോ നഷ്ടപ്പെടുത്തേണ്ട ആവശ്യമില്ല. ക്രിസ്തു അങ്ങനെ നഷ്ടപ്പെടുത്തിയിട്ടില്ലല്ലോ. എത്ര മനോഹരമായിട്ടാണ് ആ മുല്ലപ്പൂ പൂത്തു തന്നെ നിന്നത്. എത്ര മനോഹരമായിട്ടാണ് അവസാനം വരെ സുഗന്ധം നൽകി കൊഴിഞ്ഞു പോയത്. ഈ ജീവിത അവസാനം വരെ ഉള്ളിലെ നന്മകളും പുണ്യങ്ങളും സുഗന്ധവും ഒക്കെ സൂക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും ദൗത്യമാണ്. മനുഷ്യർ എത്ര തന്നെ അവഗണിച്ചാലും ചവിട്ടി മതിച്ചാലും മുല്ല മുല്ല തന്നെയാണ്. അതിൻ്റെ സുഗന്ധത്തെ ആർക്കും അതിനെ കെടുത്തിക്കളയാൻ കഴിയില്ല. എന്തു തന്നെ അവഗണന ജീവിതത്തിലുണ്ടായാലും ക്രിസ്തുവിനെ കണക്ക്, ഒരു മുല്ലപ്പൂവിനെ കണക്ക് ഏറ്റവും നല്ല സുഗന്ധം പരത്തി ഏറ്റവും മനോഹരമായ കാഴ്ച നൽകി അവസാനം വരെ പൂത്തു നിൽക്കുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും ദൗത്യമാണ്. മനുഷ്യർക്ക് എന്ത് നമ്മൾ പറയാമല്ലോ, നമ്മുടെ ഉള്ളിലെ സുഗന്ധം ആർക്കും കെടുത്തിക്കളയാൻ കഴിയാത്ത വിധത്തിൽ ഉള്ളിൽ ചില നന്മകളും സ്നേഹവും സൂക്ഷിച്ചാൽ പോരെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.